ഹായ് ഗായ്സ്, എനിക്ക് ദുരന്തർ 2-നെ പറ്റി, റിവഞ്ചിനെ പറ്റി കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് 1-നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2 ആയിരുന്നു. ദുരന്തർ 2 ആണ്. അതിന് അത്രയ്ക്കും നമ്മുടെ ഇന്ത്യയെ ദേശഭക്തിനെ പറ്റി കാണിക്കുന്ന മൂവിയാണ് ശരിക്കും. അത് ആരും മലയാളികളൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ലേ ദുരന്തർ 2. കാരണം അതിൻ്റെ മലയാളം ഭാഷ ഉണ്ടെങ്കിൽ പോലും ഒരു ഹിന്ദി ഫസ്റ്റ് പാർട്ട് അധികം ആരും കാണാത്തതുകൊണ്ട് കറക്റ്റ് ഫസ്റ്റ് പാർട്ടിന് കണ്ടിന്യൂഷൻ തന്നെയാണ് സെക്കൻഡ് പാർട്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് ചുമ്മാ ലിറ്റാണ് പടം. അതാർക്കും ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്താൽ പോലും ആർക്കും മനസ്സിലാവില്ല. ആട് 3യും ദുരന്തർ 2നും കമ്പയർ ചെയ്യുമ്പോൾ ആട് 3 വാസ് ഫെൽറ്റ് എനിക്ക് തോന്നിയത് ആവറേജിനെക്കാളും താഴെ നിൽക്കുന്ന ഒരു പടമായിട്ട്. പക്ഷെ കുറച്ച് ചിരിച്ചായിരുന്നു പടത്തിൽ. ചിരിക്കാനുണ്ടെങ്കിൽ പോലും ആ പടത്തിനൊരു സോളില്ലായിരുന്നു. എന്താ പറയണേ, എന്തോ സംതിങ് ഈസ് മിസ്സിങ്. സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോഴും എന്തോ ഒരു പോരായ്മ തോന്നിയായിരുന്നു. ഇപ്പോൾ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ദുരന്തർ 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആട് 3. ആട് 1 and 2 വാസ് ലിറ്ററലി പൊളിയായിരുന്നു. പക്ഷേ 3 വാസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക്. പക്ഷേ ഈ 100 കോടി ക്ലബിലൊക്കെ കയറി എന്നൊക്കെ പറയുമ്പോഴും അതിന് കാരണം സിനിമ കൊള്ളാമായിട്ടല്ല അത്രയ്ക്ക്. കാരണം 1-ൻ്റെയും 2-ൻ്റെയും ആ ഒരു ഹൈപ്പ് കാരണമാണ് അത്രയ്ക്ക് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഞാൻ കണ്ടതാണ്, എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കൊള്ളാം, സീൻസൊക്കെ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 കോമഡി സീനൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ ചിരിച്ച് തലകുത്തി മറിഞ്ഞ സീൻസൊക്കെ അതൊക്കെ ഞങ്ങളൊക്കെ. പക്ഷെ സംതിങ് ഈസ് മിസ്സിങ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സോൾ അതിനകത്തില്ലായിരുന്നു. പക്ഷേ ദുരന്തർ 2-നൊരു സോളുണ്ട്. അതിനകത്ത് ആ സോളിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഡിസ്കസിങ് എബൌട്ട് ലവ്. ലവിനെ കുറിച്ചാണ് പറയണത്. 3 തരം ലവ് വേണമെങ്കിൽ പറയാം. ഹംസയും പിന്നെ എലീനും തമ്മിൽ ലവ് പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രണയം, അവരുടെ കാര്യങ്ങൾ. അത് ഒരു സീനിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാറാർജുനെ പറ്റി ഒന്നും പറഞ്ഞില്ല. സാറാർജുന ഒരു കൊടുത്തേക്കുന്ന സീൻസൊക്കെ ഹൈലി ഇമോഷണലായിട്ട് കൊടുക്കേണ്ട സീൻസൊക്കെ കൊടുത്തേക്കണേ. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ആൻമരിയാണ്. പക്ഷെ പുളിയാണ്. ഒരു തോക്കിങ്ങനെ ചൂണ്ടി നിൽക്കുന്ന സീനൊക്കെ നമുക്ക് ശരിക്കും അത് ഫീലാവും. അവൻ ആരാണ്, ഹംസ ആരാണ്, എന്താണെന്ന് അറിയാതെ പൊളിയായിരുന്നു അതൊക്കെ. സാറാർജുൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇതാ കൊടുത്തേക്കണം. പുള്ളിക്കാരി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. പിന്നെ അവർ തമ്മിലുള്ള ബോണ്ടിങ്, അവർ തമ്മിലുള്ള ലാസ്റ്റ് കോളുണ്ട്. അയ്യോ, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അത് നമ്മളെല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. അവർ തമ്മിലുള്ള ലാസ്റ്റ് ഒരു കോള്. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് കണ്ണ് നിറയുമെന്ന് തോന്നുന്നു. അയ്യോ, അത് ആ ഒരു സീൻ, അവർ തമ്മിലുള്ള അവസാനത്തെ കോൾ. അത് പിന്നെ കാണില്ല, കേൾക്കില്ല, സ്പോയിലർ ടോക്കാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടത് കണക്റ്റായി. ഞാൻ ലിറ്ററലി കിടന്ന് കരഞ്ഞു ആ സീനിൽ തിയേറ്ററിൽ നിന്ന്. എന്താ അത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. മേനാരഹ ദുജേ നാനാ സായാ ഹൂ മേ നാനാ 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 तो क्या हुआ ना 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 तेरे पास है ഇങ്ങനൊരു സാധനം. അയ്യോ, അതാ പാട്ടും ആ സീനും കൂടെ സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ആണത്. നമ്മളാരും ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും വയലൻസ് ആണ്. ഞാൻ പോലും അങ്ങനെ പറഞ്ഞു, വയലൻ്റ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അന്നേരം. എനിക്ക് തോന്നാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി കുറേ വീഡിയോ കണ്ടു. പാട്ടൊക്കെ വന്നപ്പം യൂട്യൂബിൽ പാട്ടൊക്കെ ഇറങ്ങിയ പാട്ട് കേട്ടു. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ. അത്രയും നല്ല കാര്യങ്ങളാണ്. ഒന്നും ഞാൻ അതിനെപ്പറ്റി ഒരു കാര്യം പറയാനും പറ്റില്ല.
അങ്ങനെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലവിനെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് ഇവരുടെ ഹംസയുടെയും എലിനെയും തമ്മിലുള്ള അത് ചുമ്മാ പൊളിയാണ്. പിന്നെ എവരി ലവ് എന്നാ പറയണേ, എല്ലാം ഇങ്ങനെ തീരുവുള്ളൂ പണ്ടാരടങ്ങാൻ. ഒന്നെങ്കിൽ പെണ്ണ് ചതിക്കും, അല്ലെങ്കിൽ ചെറുക്കൻ ചതിക്കും, അല്ലെങ്കിൽ രണ്ടും, അല്ലെങ്കിൽ ദൈവം ചതിക്കും. അവർക്ക് ഒരു സീനൊക്കെ ഉണ്ട്, ഒരു സാധനം, അവരുടെ ഫോട്ടോ കത്തിയുള്ള സീനൊക്കെ. പിന്നെ അച്ഛനോടും നമ്മുടെ വീട്ടുകാരുള്ള സ്നേഹം അങ്ങനത്തെ. അതിനകത്ത് ആ ലാസ്റ്റ് സീനില് ജസ്കറത്ത് വീട്ടിൽ പോയിട്ട് അമ്മേനെ കാണുമ്പോൾ അവിടെ നിന്നിട്ട് തിരിച്ചു പോവാ. അയ്യോ, ഞാനൊക്കെ മനസ്സിൽ പറയോ, പോടാ പോയി മിണ്ട്, അമ്മയോട് പോയി മിണ്ട്, പെങ്ങന്മാരോട് പോയി മിണ്ട്. തിരിഞ്ഞങ്ങ് പോന്നു. അതൊക്കെ ചുമ്മാ നമ്മളങ്ങനെ ഇമോഷണലി അങ്ങ് ഡൗൺ ആക്കി. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ലാസ്റ്റാണ് ഇന്ത്യയോടുള്ള സ്നേഹം. ആ ഇന്ത്യയോടുള്ള സ്നേഹം കാണിക്കുന്നതാണ് ഫുള്ള് ബ്രൂട്ടൽ ഫൈറ്റ് സീൻസും വയലൻസും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ കയറി പണിഞ്ഞു. അപ്പം അതിന് ഒരു റിവെഞ്ച്. പിന്നെ ഒരു റിവെഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അവൻ്റെ പേര് മറന്നു പോയല്ലോ, കിട്ടുന്നില്ല, പറയുമ്പോൾ കിട്ടുന്നില്ല. മാധവന്റെ ഒരു റിവെഞ്ച് ഉണ്ട്. അത് പൊള്ളി സാധനമാണ്. അതാണ്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി സാറാർജുൻ്റെയും പിന്നെ ആ എലിന എന്ന ക്യാരക്ടറിൻ്റെയും പിന്നെ ഹംസയുടെയും ക്യാരക്ടറിൻ്റെ ആ പ്രണയത്തെക്കുറിച്ചും പിന്നെ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ പാട്ടൊക്കെ ഞാൻ കേട്ടു. ഇതിനകത്ത് സിനിമയിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ സംതിങ് എന്താ പറയണേ, ഞാനും കിടന്ന് കരയുവാണോ എന്താണ് മനസ്സിലാവുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഓൾഡ് വൈബും പുതിയ സാധനങ്ങളും മിക്സ് ആക്കിയിട്ടുള്ള സോങ്ങൊക്കെയാണ്. അതിനകത്ത് ഈ ഇമോഷണലി ഉള്ള സോങ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളങ്ങ് ഇല്ലാണ്ടായിപ്പോവും, ലിറ്ററലി ഇല്ലാണ്ടായിപ്പോവും. സിനിമ കണ്ടവർക്കാണ് ശരിക്കും മനസ്സിലാവും. അങ്ങനെ പൊളിയാർന്നു. എനിക്ക് ഒന്നുകൂടെ കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിന് സിറ്റുവേഷൻ ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ കാണുന്നില്ല. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്.